വിശ്വസിക്കുക. ഇന്നും കർത്താവ് നമ്മളോട് സംസാരിക്കും. കർത്താവ് സംസാരിക്കുന്ന ദൈവമാണ്. കർത്താവ് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആരൊക്കെ കേൾക്കുന്നുണ്ട് എന്നറിയുന്നില്ല. കേൾക്കുന്നവർ അനേകരാണ്. പക്ഷേ ഇത് ഏറ്റെടുക്കുന്നവർ, പ്രമാണിക്കുന്നവർ വളരെ കുറവാണ്. കാരണം കാലം വളരെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലോത്തിന്റെ കാലം പോലെ ഒരു കാലം, നോഹയുടെ കാലം പോലെയുള്ള കാലത്തിലേക്ക് നമ്മളും വന്നെത്തി നിൽക്കുകയാണ്. ലോത്ത് പാർത്തുകൊണ്ടിരുന്ന പട്ടണം അന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരമായ പട്ടണമായിരുന്നു. സോദോം ഗോമോറ എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ തോട്ടം പോലെ, അതായത് ഏദൻ പോലെ മനോഹരമായിരുന്നു എന്നാണ്. ഇന്ന് ലോകത്തിലുള്ള ഏത് മനോഹരമായ സിറ്റികളെക്കാളും ഏറ്റവും മനോഹരമായ ഒരു സിറ്റി ആയിരുന്നു സോദോമും ഗൊമോറയും. സോദോമിൽ ഗൊമോറയിലെ ഒരു വീട് വയ്ക്കുക, അല്ലെങ്കിൽ അവിടെ എത്തുക, അല്ലെങ്കിൽ അവിടെ താമസിക്കുക എന്നൊക്കെ അവിടുത്തെ നാഗരികത, അവിടെ പാർക്കുന്നവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ അഭിമാനത്തോടുകൂടെ ലോത്ത് അവിടെ പാർക്കുകയാണ്. അവിടെ ലോത്തിന് വീടുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പക്ഷേ നമുക്കറിയാം, അന്ന് കണക്കനുസരിച്ച് 2 ലക്ഷം 3 ലക്ഷത്തോളം ആളുകൾ ഒരുപക്ഷെയും ആ സോദോം ഗൊമോറ പട്ടണങ്ങളിൽ കാണുമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ന്യായവിധി വന്നു കഴിഞ്ഞപ്പോൾ വെറും 3 പേരാണ് അവിടെ നിന്ന് വളരെ കഷ്ടിച്ച്, അതും വലഞ്ഞു പോയ ഒരു രക്ഷപ്പെടലാണ് നമ്മൾ അവിടെ കാണുന്നത്. പിന്നീട് നമുക്കറിയാം, നോഹയുടെ കാലം പോലെ ജനങ്ങൾ പെരുകി, പല ഭാഗങ്ങളിലേക്ക് ജനങ്ങൾ പോയി. ജനം വഷളത്വം കൊണ്ട് നിറഞ്ഞു. മനുഷ്യനെ നിർമ്മിച്ചത് കൊണ്ടും ദൈവം അനുതപിക്കുന്നു. ദുഷ്ടത പെരുകി, ദൈവത്തിൽ നിന്ന് ജനങ്ങൾ അകന്നും. അതിൻ്റെ ഇടയിലും നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. അന്നും ഏകദേശം 1, 2, 3 ലക്ഷം ജനങ്ങൾ മുഴുവൻ ഈ ലോകത്തിൽ കാണുമായിരിക്കാം. പക്ഷെ അതിൽ നിന്ന് വെറും 8 പേര് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്ന് നമ്മൾ മറന്നു പോകരുത്. എന്ന് പറഞ്ഞാൽ കാലം വളരെ ആസന്നമാണ്. പലരും ഇതിനെയും വളരെ ഗൗരവത്തോടുകൂടെ കർത്താവിൻ്റെ വരവിനെ എടുക്കുന്നില്ല. വളരെ നിസ്സാരമായിട്ടാണ് കർത്താവിൻ്റെ വരവിനെ പലരും കാണുന്നതും. സഭകളൊന്നും അതിനുവേണ്ടി തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ സഭയെ തയ്യാറാക്കുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ തന്നെയും അനുസരിക്കുവാൻ ആളുകൾ കൂട്ടാക്കുന്നില്ല. എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. പറയുന്നവർ അതിൻ്റെ കൂടെ തന്നെ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നീതിപ്രസംഗിയായ നോഹം, അപ്പോൾ എത്ര വർഷം? ഏകദേശം 120 വർഷമാണ് നമ്മൾ ആ കാൽക്കുലേഷൻ, ചരിത്രം, കാലഘട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 120 വർഷം താൻ പ്രസംഗിച്ചു എന്നാണ് നമുക്ക് കണക്കാക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷെ പ്രസംഗിക്കേണ്ടെന്ന ആവശ്യകത ഉണ്ടായിരുന്നു. കാരണം അന്ന് ഭൂമിയിലുള്ള സകലരും ഈ സന്ദേശം കേൾക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയായിരുന്നു. അതേപോലെ തന്നെയാണ് ഗ്രേറ്റ് കമ്മീഷൻ. മത്തായി 24:14, the gospel of the kingdom shall be preached among all nations as a testimony, then the end will come. ഈ മുഴു ലോകവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എത്തണം. അപ്പോൾ അവസാനം ഉണ്ടാകും. എന്തായാലും ദൈവം പ്രവർത്തിക്കും. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ നിറപടിയായി ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കി ദൈവത്തിൽ നിന്ന് ചെയ്യുവാനുള്ളതും ദൈവം ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നനയാത്ത നാഴികയിൽ അപ്രതീക്ഷിതമായി കർത്താവ് വരുവാനിടയായിത്തീരും. ഒരുങ്ങി നിൽക്കുന്നവർ എടുക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഇന്ന് നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചില സവിശേഷതകൾ, ഗുണങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കുവാൻ വേണ്ടി പോകുന്നതും. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 46-ാം വാക്യം, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. മഹാപുരോഹിതന്മാർ അവരുടെ അധീനതയിലുള്ള ചേവകരെ, പട്ടാളക്കാരെ, പടയാളികളെ യേശു ക്രിസ്തുവിനെയും പിടിച്ചുകൊണ്ട് വരുവാൻ വേണ്ടി വിടുകയാണ്. ഇവരെ സർവ്വസന്നാഹങ്ങളോടുകൂടെ
അധികാരത്തോടുകൂടെ ആയുധങ്ങളോടുകൂടെ പടയാളികൾ യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്. ഇവരെ ചെല്ലുമ്പോൾ വലിയ പുരുഷാരം. അപ്പോൾ ഇവരെ വിചാരിച്ചു യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗം തീർന്നതിന് ശേഷം ഇന്ന് ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകാതെ, നമുക്കറിയാം ഇന്ന് രാത്രിയിൽ ചെന്ന് വീട്ട് ഇടിച്ചു പൊളിച്ച് അകത്ത് കയറുന്നു. അതേ വസ്ത്രം ധരിക്കാതെ ഇരിക്കുകയാണെങ്കിലും വസ്ത്രം പോലും ഇടാൻ സമ്മതിക്കാതെ അവരെ എന്ത് ചെയ്യുന്നു? കിടക്കുന്ന കിടപ്പിൽ തന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നു. അത് എത്ര ഉന്നതനായെങ്കിലും നമുക്കറിയാം കരുണാനിധി ആ വസ്ത്രമൊന്നും ഇല്ലാതെ വീട്ടിൽ കിടന്നും, വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടുപ്പൊന്നും ഇല്ലാതെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴാണ് കരുണാനിധിയെ രാത്രിയിൽ വെളുപ്പാങ്കാലത്ത് പൊക്കിയെടുത്തും അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും. അതുപോലെ തന്നെ കരുണാനിധി പിന്നീട് മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ജയലളിതയെ അതുപോലെ വീട്ടിലിട്ടിരുന്ന വസ്ത്രവും ഇട്ടുകൊണ്ടും അതുപോലെ അറസ്റ്റ് ചെയ്ത് രാത്രി, ഇതെല്ലാം വരുന്നത് ഈ വെളുപ്പാങ്കാലത്താണ്, ഒരു നല്ല ഉറങ്ങുന്ന സമയത്താണ്. അതുപോലെ ഇപ്പോൾ കേരളത്തിലൊക്കെ നടക്കുന്ന അറസ്റ്റുകളൊക്കെ ഒന്ന് ഉടുപ്പിടാൻ പോലും സമ്മതിക്കാതെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും. എന്തായാലും ഈ അമ്പലത്തിലെയും ഈ മഹാപുരോഹിതന്മാരുടെ സേവകരും ഒരല്പം ഡീസൻ്റ് ഉണ്ടായിരുന്നു. അവർ വിചാരിച്ചു യേശു പ്രസംഗിക്കുകയല്ലേ, എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടെ പ്രസംഗം കേൾക്കുകയാണ്. എന്നാൽ പ്രസംഗം തീർന്നതിന് ശേഷം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം, സാവധാനത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് ഇവരവിടെ നിൽക്കുകയാണ്. എന്തായാലും ഇവർ പ്രസംഗമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യം ഇവരങ്ങ് മറന്നു. അല്ലെങ്കിൽ തന്നെയും യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അപ്പൊ ഇവര് മടങ്ങി വന്നു, കാലി ഹാത്തുമായിട്ട് ഇവരെന്ത് ചെയ്തു? മഹാപുരോഹിതന്മാരുടെ മടങ്ങി വന്നപ്പോൾ മഹാപുരോഹിതന്മാർ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്താണ് അവനെ കൊണ്ടുവരാതിരുന്നത്? അപ്പോൾ പടയാളികൾ പറഞ്ഞ ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്, യോഹന്നാൻ 7:46. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് സേവകർ ഉത്തരം പറഞ്ഞു. നോക്കണം, യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നതിന് മുമ്പാണ് അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും സോക്രട്ടീസും ഒക്കെ ജീവിച്ചിരുന്നതും. അവരുടെ എഴുത്തുകൾ, അവരുടെ തത്വജ്ഞാനം ലോകപ്രശസ്തമാണ്. എന്നാൽ അവർ പറയുകയാണ്, ഇവൻ സംസാരിക്കുന്നത് പോലെ പലരും ലോകത്തിൽ വന്നിട്ടുണ്ട്, പലരും പലതും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇവൻ സംസാരിക്കുന്നത് പോലെ ആരും ഇന്നുവരെയും സംസാരിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ആരാണ്? നമ്മുടെ കർത്താവ് സംസാരിച്ചിട്ടുള്ളത് പോലെ ഇന്നും സംസാരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എങ്കിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവും ഇന്നും നമ്മളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മളെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ആര് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുന്നുവോ അവരെ കർത്താവ് തൻ്റെ കരങ്ങളിലെടുത്ത് അസാധാരണമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അവരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാധാരണക്കാരായ മനുഷ്യരെയും അസാധാരണമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, സ്റ്റേഫാനോസ് അടുക്കളയിലും ആഹാരമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ പണി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റേഫാനോസിൻ്റെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ പകരുകയും അവിടെ നമ്മൾ വായിക്കുന്നു, സ്റ്റേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനങ്ങളുടെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ചെയ്യുവാനിടയായി തീർന്നു. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, 5 രാജ്യത്തു നിന്നുള്ള തത്വജ്ഞാനികളും ലിബറൽ തിയോളജിയന്മാരും നല്ല പാണ്ഡിത്യമുള്ള ജ്ഞാനികളും അവനോട് തർക്കിക്കുവാൻ വേണ്ടി വന്നു. ഇവൻ വെറും അടുക്കളയിൽ മാത്രം പണി ചെയ്തുകൊണ്ടിരുന്ന ഒരേ അടുക്കള പണിക്കാരൻ അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കുന്നവൻ, ഇവനെ നിഷ്പ്രയാസം ജയിക്കുവാൻ കഴിയുമെന്ന് വിചാരിച്ച് അവർ കടന്നു വന്നതാണ്. പക്ഷേ സ്റ്റേഫാനോസിന്റെ മേൽ വ്യാപരിച്ച ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അവർ തോറ്റു തുന്നം പാടി ഓടിപ്പോകുന്ന കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് സംസാരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഇന്നും ലോകത്തിൽ ഇങ്ങനെ സംഭവിക്കണം. ദൈവദാസന്മാർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ
അധികാരികൾ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി വരുമ്പോൾ, പടക്കൂട്ടം നമ്മളെ വളയുവാൻ വേണ്ടി വരുമ്പോൾ, എതിരികൾ നമുക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൽക്കുമ്പോൾ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ കേട്ടിട്ട് അവർ മടങ്ങിച്ചെന്ന് പറയണം, ഇവർ സംസാരിക്കുന്നത് പോലും യു പിയിൽ നമ്മൾ അനേകം മെസ്സേജുകൾ നമ്മൾ പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവർ യു പിയിൽ സംസാരിക്കുന്നത് പോലും ആരും യു പിയിൽ ഇതുവരെയും സംസാരിച്ചിട്ടില്ല. ഇവർ ഡൽഹിയിൽ സംസാരിക്കുന്നത് പോലും, ഇവർ ഹിമാചൽ പ്രദേശിൽ സംസാരിക്കുന്നത് പോലും, ഇവർ ഉത്തരാഖണ്ഡിൽ സംസാരിക്കുന്നത് പോലും, ഇവർ ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും പ്രസംഗിക്കുന്നത് പോലും, ഇവർ ഡൽഹിയിൽ പ്രസംഗിക്കുന്നത് പോലെ, രാജസ്ഥാനിലും ഹരിയാനയിലും പഞ്ചാബിലും പ്രസംഗിക്കുന്നത് പോലെ, ഇവർ മധ്യപ്രദേശിൽ പറയുന്നത് പോലെ, ഇവർ ബീഹാറിൽ സംസാരിക്കുന്നത് പോലെ വേറെ ആരും സംസാരിക്കുന്നില്ല. സ്തോത്രം, പ്രിയപ്പെട്ടവരെ. അങ്ങനെ ലോകം പറയണം, ഇന്ത്യയിൽ പറയണം, ഇവർ ഇന്ത്യയിൽ സംസാരിക്കുന്നത് പോലെ ഇതുവരെയും ആരും ഇന്ത്യയിൽ സംസാരിച്ചിട്ടില്ല എന്നും നമ്മളിൽ നിന്നും ദൈവിക സന്ദേശം കേട്ടും ആളുകൾ പറയുവാനിടയായി തീരണം. കാരണം നമ്മുടെ കർത്താവിൻ്റെ ആത്മാവാണ് നമ്മളിൽ വ്യാപരിക്കുന്നതും. സ്തോത്രം, നമ്മളും പ്രാർത്ഥിക്കുക, കർത്താവെ, അങ്ങയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ ഞങ്ങളെക്കുറിച്ചും ഇങ്ങനെ പറയുവാൻ തക്കവണ്ണം അസാധാരണമായ ദൈവകൃപയാൽ ഞങ്ങളുടെ മേൽ പകരുമാറാകണം. കർത്താവായ യേശു ക്രിസ്തുവിനെ അഭിഷേകം ചെയ്ത ആ ആത്മാവ് ഞങ്ങളുടെ മേലും ഞങ്ങളെയും അഭിഷേകം ചെയ്തും അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഘോഷിക്കുവാൻ, ആരുടെയും മുമ്പിൽ പതറാതെ വണ്ണം, ആരുടെയും മുമ്പിൽ ഭയപ്പെട്ടു പോകാതെ വണ്ണം, ധീരതയോടുകൂടെ ധൈര്യത്തോടുകൂടെ കർത്താവിൻ്റെ വചനത്തെ ഘോഷിക്കുവാൻ, ഏത് ഭീഷണികളെയും ഏത് വെല്ലുവിളികളെയും അതിനെ കണക്കാക്കാതെ വണ്ണം ധൈര്യത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവെ, അവിടുത്തെ ദാസന്മാർക്ക് കൃപ നൽകുമാറാകണമേ. അസാധാരണമായ ധൈര്യം പകരുമാറാകണമേ. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ സാധാരണക്കാരായ മനുഷ്യരാണ്, ഇവർ പഠിപ്പില്ലാത്തവരാണ് എന്ന് ഗ്രഹിക്കിയാലും അവരാശ്ചര്യപ്പെട്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ ദൈവപ്രവൃത്തി ഇന്ത്യ മുഴുവനും വ്യാപരിക്കുവാൻ, ലോകം മുഴുവനും വ്യാപരിക്കുവാൻ, സാധാരണക്കാരായ മനുഷ്യരെയും അസാധാരണമായ പ്രവൃത്തിക്കായി ദൈവം കരങ്ങളിലെടുക്കണമേ എന്നും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നോക്കണം, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. സ്തോത്രം, ഇനി മേലാൽ സംസാരിക്കാൻ പോകുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 7:26 അവൻ ധൈര്യത്തോടെ സംസാരിക്കുന്നുവല്ലോ. അവർ അവനോട് ഒന്നും പറയുന്നില്ല. അവൻ ക്രിസ്തുവാകുന്നുവെന്ന് പ്രമാണികൾ യഥാർത്ഥമായി ഗ്രഹിച്ചുവോ? ഇവനെ ഇപ്പോൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞും, ഇവനെ ഇപ്പോൾ പൂട്ടിക്കെട്ടുമെന്നൊക്കെ പറഞ്ഞും, ഇവൻ്റെ കട ഇപ്പം തന്നെ ഞങ്ങൾ അടപ്പിക്കുമെന്നൊക്കെ പറഞ്ഞും, ഇവനെ ഇനി ഞങ്ങൾ സംസാരിക്കുവാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് വട്ടം കൂടിയവരും കർത്താവിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ പറയുകയാണ്, അവൻ ധൈര്യത്തോടെ സംസാരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരും, നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് തിമോത്തിയോസിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ഭയത്തിൻ്റെ ആത്മാവിനെയല്ല, പേടിയുടെ ആത്മാവിനെയല്ല, പിന്നെയോ ധൈര്യത്തിൻ്റെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന 21-ാം അധ്യായത്തിൽ ഭീരുക്കൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല, പേടിത്തൊണ്ടന്മാര് പേടിച്ചു തൂറികളും ഭയമുള്ളവരും ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. ഭയമുള്ളവരാണെങ്കിൽ, പേടിയുള്ളവരാണെങ്കിൽ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആ ഭയത്തെ നമ്മളിൽ നിന്നും അകറ്റിക്കളയണം. കാരണം ഭീരുക്കൾക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തില്ല. ഭയമുള്ളവർക്ക്, ഭീരുക്കൾക്ക് സുവിശേഷം നന്നായി ഘോഷിക്കുവാനും കഴിയുകയില്ല. അവരുടെ ഉള്ളിൽ ഭയം കിടക്കുന്നിടത്തോളം കാലം സുവിശേഷം എറിക്കുകയില്ല. ജീവനെ ത്യജിച്ച് കളയുന്നവർക്ക് മാത്രമേ, അല്ലെങ്കിൽ കളയുവാൻ മനസ്സുള്ളവർക്ക് മാത്രമേ, ജീവനേക്കാൾ അധികമായി സുവിശേഷത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സുവിശേഷം ഫലിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. അസാധാരണമായ ധൈര്യം ദൈവം നമ്മുടെ മേൽ പകരുവാൻ
നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ധീരതയോടുകൂടെ നിൽക്കുവാൻ, ചങ്കൂറ്റത്തോടുകൂടെ നിൽക്കുവാൻ, ഒരു വാളിൻ്റെയും മുമ്പിൽ പതറാതെ, ഒരു ഭീഷണികളുടെയും മുമ്പിൽ പതറാതെ, ഒരു ജയിലഴികളെയും പതറാതെ, ഒരു വിധികളെയും, ലോകത്തിൻ്റെതായ വിധികളെ ഭയപ്പെടാതെ വണ്ണം കർത്താവിങ്കലേക്ക് നോക്കി ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി, ധീരതയോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം നമ്മളെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ധീരനായിരുന്നു, ധൈര്യശാലിയായിരുന്നു. ആ കർത്താവിൻ്റെ ശിഷ്യന്മാരും ആരായിരിക്കണം? ധൈര്യശാലികളായിരിക്കണം. സിംഹത്തിന്റെ കുഞ്ഞുങ്ങളും സിംഹമാണ്. നോക്കണം, സിംഹം ആരെയും മുമ്പിൽ വഴിമാറുകയില്ല. സിംഹമാണ് രാജാവായി തന്നെ വാഴുന്നതും. അത് യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്. യേശുവാണ് നമ്മുടെ നേതാവ്, നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം. ആ സിംഹത്തിന്റെ മക്കളും, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 100 വർഷം കഴുതയെ പോലെ ജീവിച്ച് ചാകുന്നതിനേക്കാൾ 10 ദിവസമേ ജീവിച്ചുള്ളൂ എങ്കിലും സിംഹമായിട്ട് ജീവിക്കണം. കാരണം സിംഹത്തിന്റെ മക്കളാണ് ദൈവം മക്കൾ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഭയന്ന് ജീവിക്കുന്നതിനേക്കാൾ, ഭീരുവായി ജീവിക്കുന്നതിനേക്കാൾ ധീരനായി കുറച്ചു നാളെ ജീവിച്ചുള്ളൂ എങ്കിലും ധീരനായി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെയും സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. മത്തായി സുവിശേഷം 22:16, മാത്യു 22:16. തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോടുകൂടെ അവന്റെ അടുക്കൽ അയച്ചു. ഗുരുവും, നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനാകിയാൽ ആരെയും ശങ്കയില്ലാത്തവനുമാകുന്നു. നോക്കണം, പ്രതിയോഗികളാണ്, കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. അവർ പറയുകയാണ് 4 ഗുണങ്ങളാണ്, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ 4 ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഗുരുവും, നീ സത്യവാനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗുരു സത്യവാനാണ്. നമ്മളും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവരായിരിക്കണം. നമ്മളും സത്യവാനായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കള്ളത്തരം, ചതി, വഞ്ചനം, കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മുഖസ്തുതി, ഈ പുറമേ ഒന്നും അകമേ ഒന്നും, നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, അരത്തട്ടിപ്പും മുക്കാവെട്ടിപ്പും, അവിടെ അല്പം ഇവിടെ അല്പം, സൂത്രത്തിന്മേൽ സൂത്രം, ചട്ടത്തിന്മേൽ ചട്ടം, ഇങ്ങനെയുള്ള ഈ കപട പരിപാടികൾ, കപട ഭക്തികൾ, ഈ ചെന്നായിൻ്റെ, ഈ കുഞ്ഞാടിൻ്റെ ഈ തോലണിഞ്ഞുള്ള ഈ നാടകം അധിക ദിവസം പോകുകയില്ല. ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ നേടുവാൻ കഴിയും. ഇങ്ങനെ ഈ കുഞ്ഞാടിൻ്റെ വേഷം കെട്ടി അധികം നാളും മുന്നോട്ട് ജീവിക്കുവാൻ കഴിയത്തില്ല. ഒരു നാൾ പിടിക്കപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾക്കിപ്പോൾ നമ്മുടെ ഈ സമയം മാത്രമേ അറിയത്തുള്ളൂ. ബൈബിൾ എന്ന് പറയുന്നത് ഒരു ചരിത്ര പുസ്തകമാണ്. 100 കണക്കിന് ആളുകളുടെ ജനനം മുതൽ ജീവിതം, ബാല്യം, യൗവനം, കൗമാരം, അവരുടെ അവരുടെ മധ്യവയസ്സ്, അവരുടെ വാർദ്ധക്യം, അവരുടെ മരണം, ഇതെല്ലാം ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ ഈ സമയം മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ 100 കണക്കിന് ആളുകളുടെ വീഴ്ചകളും താഴ്ചകളും പരാജയങ്ങളും വിജയങ്ങളും എല്ലാം നമുക്ക് വായിക്കുവാൻ വേണ്ടി ഓരോരുത്തരുടെയും ചരിത്രം നമ്മൾ എടുത്തു നോക്കുക. തുടക്കം മുതൽ ഒടുക്കം വരെ അവരുടെ ജീവിതാനുഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ചതിയും വഞ്ചനയും കള്ളത്തരവും, ഈ പുകമറയും, ഈ വിളക്കണ്ണ ചിരുട്ടാക്കി, കണ്ണട ചിരുട്ടാക്കിയുള്ള പരിപാടികളെല്ലാം ഒരു ദിവസം പിടിക്കപ്പെടും. ആരൊക്കെ വ്യാജം കാണിച്ചിട്ടുണ്ടോ അവരെല്ലാം പരിശുദ്ധനായി ദൈവത്തിന് മുമ്പാകെ കർത്താവ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് കണക്ക് ചോദിക്കുന്ന നാളിൽ, ഒരു ദിവസം കണക്ക് ചോദിക്കും. കണക്ക് ചോദിക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിനോടും ചോദിക്കുകയാണ്, ഞാൻ ഇനി നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. ഇയ്യോബ് ഒന്നും മിണ്ടാതെ പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ദൈവം ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് പോലും ഇയ്യോബിന് ഉത്തരം പറയുവാൻ കഴിഞ്ഞില്ല. കൂട്ടുകാരൊന്ന് പറയുമ്പോൾ 3 പറയാൻ വേണ്ടി ഇങ്ങനെ ജഗജില്ലിയായിട്ട് നിന്ന ഇയ്യോബും താൻ ഏതൊക്കെയോ ആണെന്ന് കാണിക്കുവാൻ വേണ്ടി
ധൃതി കാട്ടിക്കൊണ്ട് അവർ മിണ്ടാൻ പോലും സംഭവിക്കാതെ, വയ്യായെങ്കിലും എഴുന്നേറ്റിരിക്കാൻ കഴിവില്ല എങ്കിലും നിലത്ത് മണ്ണിനകത്ത് കിടന്ന് എഴയുകയാണെങ്കിലും നാവിനൊരു കുഴപ്പമില്ലായിരുന്നു. തനിക്കെതിരായി നിന്ന് തൻ്റെ സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോൾ അവർ പറയാൻ പോലും സംസാരിക്കാതെ അവർ ഒന്ന് പറയുമ്പോൾ 7 പറയുന്നു ഇയ്യോബ്. എന്നാൽ ദൈവം ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി ചോദ്യങ്ങളുടെ ശരവർഷം അങ്ങോട്ട് നടത്തിയപ്പോൾ ഇയ്യോബ് എവിടെ ഒളിക്കണമെന്നറിയാതെ, നോക്കണം, നമ്മുടെ കർത്താവിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയും? പ്രിയപ്പെട്ടവരും, കർത്താവിന്റെ മുമ്പാകെ ഒരു ദിവസം നമ്മളോട് കർത്താവ് ചോദ്യം ചോദിക്കും, കണക്ക് ചോദിക്കും. നമ്മളെല്ലാവരും ഉത്തരം പറയുവാൻ സന്നദ്ധരായിരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അടുക്കൽ ആളുകൾ നമ്മൾ വായിക്കുന്നു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു. യേശു പറയണം, എനിക്ക് അവനുമായിട്ട് യാതൊരു കാര്യമില്ല, അവൻ വരികയോ പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, കാരണം അവന്റെ ചരക്കുകളൊന്നും എൻ്റെ കൈകളിലില്ല, അവന് അധികാരം പറയുവാൻ വേണ്ടി യാതൊന്നും എൻ്റെ കൈകളിലില്ല, അവനെന്നെ കൊടുക്കുവാൻ വേണ്ടിയുള്ളതൊന്നും എൻ്റെ കൈകളിലില്ല. കാരണം അവൻ ഏതൊക്കെ രീതിയിൽ വന്നെന്ന് പറഞ്ഞാലും എനിക്ക് പേടിക്കേണ്ടെന്ന് ആവശ്യമില്ല, അവൻ എങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞാലും ഞാൻ ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. നമ്മളും ഈ പോലീസിനെ കാണുമ്പോൾ ഭയപ്പെടുന്നത് ആരാണെന്നറിയാമോ? ഈ പോലീസിനെ കാണുമ്പോൾ ഭയപ്പെടുന്നത് ബുക്കും പേപ്പറും ഇല്ലാത്തവനാണ് ഭയപ്പെടുന്നത്. എന്നാൽ എല്ലാ ഡോക്യുമെന്റും ഉള്ളവൻ, ബുക്കും പേപ്പറും ഒക്കെ ഉള്ളവൻ, അവൻ പോലീസിനെ കണ്ടാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അവൻ പോലീസിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു പോലീസല്ല, 1000 പോലീസ് നിന്നെന്ന് പറഞ്ഞാലും ശരിയായിട്ടുള്ളവനെ ഒരിക്കലും ആരെയും ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല, ആരെയും കൂസേണ്ടെന്ന് ആവശ്യമില്ല. ഈ കള്ളത്തരമുള്ളവൻ കള്ളനെ കാണുമ്പം തന്നെ പറടാ എന്ന് പറഞ്ഞും പോലീസും ബൂട്ടിട്ട് ഒരു അടിയടിക്കുമ്പം, ഒരലർച്ച അലറുമ്പം കട്ടിട്ടുള്ളവനെ പോലീസിന് കാണുമ്പം തന്നെ അറിയാം. ഒരു ചോദ്യം ചോദിക്കുമ്പം തന്നെ അവൻ വിറയ്ക്കാൻ വേണ്ടി തുടങ്ങും. എന്നാൽ കട്ടിട്ടില്ലാത്തവൻ, അവന് എത്ര പോലീസ് വന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ അവൻ കുലുങ്ങത്തില്ല, അവൻ പതറത്തില്ല. കാരണം അവന് ധൈര്യമുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ കള്ളം ചെയ്തിട്ടില്ല, ഞാൻ കട്ടിട്ടില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. പ്രാഗൽഭ്യമുള്ളവൻ എന്നും എന്ത് ചെയ്യും? ധൈര്യത്തോടു കൂടെ നിൽക്കും. ഈ കള്ളം ചെയ്യുന്നവർക്ക് എന്തായാലും ന്യായാധിപ സംഘത്തിന്റെ മുമ്പ്, ന്യായവിസ്താരത്തിന്റെ മുമ്പാകെ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. അപ്പൊ നമ്മുടെ കർത്താവിന്റെ ഒന്നാമത്തെ ഗുണമാണ് നമ്മുടെ കർത്താവ് സത്യവാനാണ്. നമ്മുടെ കർത്താവ് സത്യവാനായിരിക്കുന്നത് പോലെ നമ്മളും സത്യവാനായിരിക്കണം. യാതൊരു വിധമായ ഈ വളഞ്ഞ വഴികളും നമുക്കുണ്ടായിരിക്കുവാൻ പാടില്ല. പിന്നീട് രണ്ടാമതും, ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനാണ്. കാര്യസാധ്യത്തിന് വേണ്ടി വചനം അറിയാമെങ്കിലും വചനം വിഴുങ്ങി ചില ഉപദേശിമാരുണ്ട്. അവരെയും ഇപ്പം ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ തന്നെയും ഓരോ കൂട്ടായ്മയിലെ പാസ്റ്റർമാരുടെ സ്വഭാവവും അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും അവരെ ഒന്ന് മനസ്സിലാക്കും. ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ഈ സഭ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. അവരതനുസരിച്ച് എന്ത് ചെയ്യും? അതുപോലെ ഇടയത്തില്ല. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ അങ്ങനെ പാസ്റ്റർമാരെ വിളിക്കാറില്ല, ഒരു പാസ്റ്റർമാരെയും അങ്ങനെ വിളിക്കാറില്ല. പിന്നെയും വളരെ 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 അത്രയ്ക്ക് ക്ലോസ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധങ്ങളിൽ വരുന്ന ഒഴിവാക്കാൻ പറ്റാത്തവരെ മാത്രമേ അങ്ങനെ വിളിക്കാറുള്ളൂ. ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം പുതിയ പാസ്റ്റർ ഈ പ്രവചനത്തോടൊന്നും വലിയ താല്പര്യം എന്ന് പറഞ്ഞാൽ പ്രവചനത്തെ തുച്ഛീകരിക്കുകയല്ല. ഈ ഈ ജലതേ ജഗടയൊക്കെ പറഞ്ഞിട്ട് ഈ കുലുക്കുന്ന പരിപാടിയൊന്നും അല്ലെങ്കിൽ ഈ കള്ളപ്രവചനം ഒന്നും ഇവിടെ നടക്കത്തില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പല കൊടികുത്തിയ പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടും നമ്മുടെ അടുക്കി വരുമ്പോൾ വളരെ കുഞ്ഞാടായിട്ടും അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പോലും പറയത്തില്ല. കാരണം അവർക്കറിയാം പരിപാടി നടക്കത്തില്ല. എന്നാൽ എത്രയോ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, പ്രവചിച്ചിട്ടുണ്ട്, പ്രവചനമുണ്ട്. എന്നാൽ ഈ കള്ളന്മാരുടെ ഈ പരിപാടി, തരികിട പരിപാടി, ഫ്ലൈറ്റിൽ കയറുമ്പോൾ കിട്ടുന്ന അന്യഭാഷയും
ഫ്ലൈറ്റിൽ കയറുമ്പോൾ കിട്ടുന്ന പ്രവചനം, ഇതൊന്നും ഇവിടെ ചിലവാകത്തില്ല. എല്ലാ മാർക്കറ്റിലും ചിലവാകത്തില്ല. ഒരുപക്ഷെ 90%, 99% മാർക്കറ്റിൽ ഇത് ചിലവാകുമായിരിക്കും. അവർക്കറിയാം പിടിക്കപ്പെടും. അതുകൊണ്ട് വളരെ മാന്യമായിട്ടും സുദീപ് പാസ്റ്റർ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നിത്യജീവനാണ്, ആത്മരക്ഷയ്ക്കാണ്, വിശുദ്ധിക്കാണ്, വേർപാടിനാണ്. ഇതൊക്കെയും അറിയാവുന്നത് കൊണ്ട് അവർ വന്നിട്ട് വളരെ ഭക്തിയോടുകൂടെ അന്ന് വരെ ഒരുപക്ഷെ പ്രസംഗിച്ചിട്ടില്ലാത്ത വിശുദ്ധിയെക്കുറിച്ചൊക്കെ പറഞ്ഞ് എന്തായാലും ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ അവർ പോകാറുണ്ട്. നോക്കണം, സാഹചര്യം അനുസരിച്ച് ജനത്തിന് ഇഷ്ടമുള്ളതാണ് ഇന്ന് കൊടുക്കുന്നതും. ഇപ്പൊ ഈ ന്യൂസുകളാണെങ്കിലും ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു, പണ്ട് ന്യൂസ് എന്ന് പറഞ്ഞാൽ എത്ര സത്യസന്ധമായിരുന്നെന്നറിയാമോ? പത്രധർമ്മം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കണ്ണടച്ച് വിശ്വസിക്കുമായിരുന്നു. കാരണം പത്രം പറയുന്നത് സത്യമാണെന്ന്. അന്നൊരു ധർമ്മം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മുഴുവൻ ഒരു 1000 എണ്ണത്തിൽ ഒരു സത്യം ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. എങ്ങനെയും ഈ ജനങ്ങളെ ലൈക്ക് ചെയ്യുവാൻ വേണ്ടി, ജനങ്ങളെ ആകർഷിക്കുവാൻ വേണ്ടി എന്ത് കപട ക്യാപ്ഷനുകളും കൊടുത്തിട്ട് ആ ഹെഡിങ്ങുകളൊക്കെ വായിക്കുമ്പം തന്നെ വായിക്കാത്തവനും ഒന്നും ഇതെന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഞെക്കിപ്പോകും. അതുപോലെ മനുഷ്യനെ വഞ്ചിക്കുന്ന ക്യാപ്ഷനുകളൊക്കെ കൊടുത്തും ഉലകത്തിലില്ലാത്ത കേൾക്കിട്ടില്ലാത്ത കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞും ജനങ്ങളെ അങ്ങ് പിടിച്ചിരുത്തുകയാണ്. ഇന്ന് മുഴുവനും വ്യാജ വാർത്തകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സത്യമായത് എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ്. അതായത് ചത്ത കോഴിയെ പറപ്പിക്കുന്ന കാലഘട്ടമാണ്. ഒരുത്തൻ പറഞ്ഞു കോഴി ആത്മഹത്യ ചെയ്തതാണെന്ന്, മറ്റൊരുത്തൻ പറഞ്ഞു ഇല്ല അയാളെ വെടിവെച്ച് കൊന്നതാണ്, വേറൊരാൾ പറഞ്ഞു ഇല്ല അയാളെ കൊല ചെയ്തതാണെന്ന്. ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത്. ചിലർ പറയുന്നു ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവനെ കൊല്ലുന്ന സമയത്ത്. ചിലർ പറയുന്നതില്ല, കൂട്ടം കൂടെ ഓടി ഒറ്റയ്ക്ക് അവനെ അങ്ങനെ കൊല്ലാൻ പറ്റത്തില്ല, ഒരു ഗ്യാങ് ആയിട്ടാണ് വന്ന് കൊന്നതും. എന്തൊക്കെ ആളുകളങ്ങ് തട്ടിവിടുകയാണ്. എങ്ങനെയും എന്ത് കിട്ടണം, ലൈക്ക് കിട്ടണം. ലൈക്ക് കിട്ടാൻ വേണ്ടി എന്ത് താണ പരിപാടികളും. അത് ആത്മീക ലോകത്തും അത് തന്നെയാണ്. ലൈക്ക് കിട്ടുവാൻ വേണ്ടി, റീച്ച് കിട്ടുവാൻ വേണ്ടി, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ കിട്ടുവാൻ വേണ്ടി, കൂടുതൽ ആളുകൾ ആകർഷിക്കുവാൻ വേണ്ടി എന്ത് തരികിട പരിപാടിയും കാണിച്ചു കൂട്ടുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വഴി തിമോഥെയോസിനോട് പറയുകയാണ്. പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ വചനത്തിൽ കൂട്ടിച്ചേർക്കുന്നവരെല്ലാം പലരും ചെയ്യുന്നത് പോലെ പലരും വചനത്തിൽ എന്ത് ചെയ്യുന്നു? സാഹചര്യം അനുസരിച്ച് വചനത്തിൽ കൂട്ട് ചെയ്യുന്നു. ഞങ്ങൾ അങ്ങനെ കൂട്ടിക്കലർത്തുന്നവരെല്ലാം ഞങ്ങളുടെ പോക്കറ്റിനകത്ത് എന്തെങ്കിലും വരുവാൻ വേണ്ടി സാഹചര്യം അനുസരിച്ച് ഞങ്ങൾ വചനത്തെ കൂട്ടിക്കളയുന്നവരെല്ലാം. തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ശക്തമായിട്ട് എഴുതും, ശക്തമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തും. സത്യവചനത്തെ നീ എന്ത് ചെയ്യണം? യഥാർത്ഥമായി പ്രസംഗിച്ചും ഒരിക്കലും ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത വേലക്കാരനായിട്ട് നീ നിൽക്കണം. സാഹചര്യം അനുസരിച്ച് ആളുകളെ കണ്ടിട്ടും, ജോർജ് കുട്ടി അച്ചായന്റെ ജോർജ് കുട്ടിയെ കണ്ടിട്ടും നമ്മുടെ പ്രവചനം മാറുവാൻ പാടില്ല, വചനം മാറുവാൻ പാടില്ല. തോമസ് കുട്ടിയുടെ കാറ് കണ്ടിട്ടും പ്രവചനം മാറുവാൻ പാടില്ല, ദൂത് മാറുവാൻ പാടില്ല. പറയേണ്ടടുത്തും യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ സർപ്പസന്തതികളെ എന്ന് വിളിക്കേണ്ടവരെ എന്ത് ചെയ്യണം? സർപ്പസന്തതികളെ എന്ന് തന്നെ വിളിക്കണം. കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കേണ്ടടുത്ത് കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കണം. തർജനം ചെയ്യേണ്ടടുത്ത് തർജനം ചെയ്യണം. ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം. അതാണ് ദൈവദാസൻ. അല്ലാതെ എല്ലാവരെയും കാണുമ്പോൾ ഒരു മീനുണ്ടല്ലോ, തല പാമ്പിനെ കാണുമ്പോൾ തല കാണിക്കും, മീനെ കാണുമ്പോൾ വാല് കാണിക്കും. ഈ പരിപാടിയെല്ലാം ഒരു ദിവസം പിടിക്കപ്പെടും. നോക്കണം, കുറച്ചേ നമുക്ക് അറിയത്തുള്ളൂ. വചനത്തിൽ കുറച്ചേ നമുക്ക് അറിയത്തുള്ളൂ എങ്കിലും ആ അറിഞ്ഞ നമ്മൾ വായിച്ചിട്ടുള്ള ആ വചനത്തിന്റെ സത്യം നമ്മൾ എന്ത് ചെയ്യണം? വിളിച്ചു പറയണം. മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഒരിക്കലും സോപ്പിംഗ് പരിപാടി ഒരിക്കലും ദൈവദാസന്മാർക്ക് ചേരത്തില്ല. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കണം. മൂന്നാമതായി, മനുഷ്യരുടെ മുഖം നോക്കാത്തവനാണ് യേശു. എത്ര വലിയ VIP ആണെങ്കിലും
ഒരിക്കലും കർത്താവായ യേശു ഒരുത്തന്റെയും മുഖം VIP ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോടാന്ന് പറയും, നിന്റെ പാട്ടിന് പോകാൻ പറയും. ഇനി എത്ര വലിയ VIP ആണെങ്കിലും, അത് മഹാപുരോഹിതനാണെങ്കിലും, മനുഷ്യരുടെ മുഖം നോക്കുവാൻ പാടില്ല, പിന്നെ ആരെയും ശങ്കയില്ലാത്തവനുമാകുന്നു. 4 കാര്യങ്ങളാണ് നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് പറയുന്നത്. അവൻ സത്യവാനാണ്, ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനാണ്, മുഖം നോക്കാത്തവനാണ്, ആരെയും ശങ്കയില്ലാത്തവനാണ്. ഈ ക്വാളിറ്റികൾ, ഈ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 22-ാം വാക്യം, എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്നും പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടും ഇവൻ യോസഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞും. നോക്കണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ലാവണ്യമുള്ള വാക്കുകൾ, ഇമ്പമുള്ള വാക്കുകൾ, മധുരമുള്ള വാക്കുകൾ, മനോഹരമായ വാക്കുകൾ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ കുളിർമയുണ്ടാകുവാൻ, സമാധാനമുണ്ടാകുവാൻ, സന്തോഷമുണ്ടാകുവാൻ, ഒരു വലിയ പ്രത്യാശയുള്ളവാകുവാൻ, ഇതുപോലെ മധുരമുള്ള വാക്കുകൾ ഒരിക്കലും എവിടെ നിന്നും കേട്ടിട്ടില്ല. ഇതുപോലെ കുളിർമയുള്ള വാക്കുകൾ ആരിൽ നിന്നും കേട്ടിട്ടില്ല. ഇത്രയും ലാവണ്യമുള്ള വാക്കുകൾ ആരിൽ നിന്നും കേട്ടിട്ടില്ല. അവരിത് കേട്ട് കഴിഞ്ഞപ്പോൾ ആശ്ചര്യപ്പെട്ടു. ഓ, ഇവൻ ജോസഫിന്റെ മകൻ തന്നെയാണോ? ദൈവത്തിന് സ്തോത്രം. ലൂക്കോസ് 20:26. അങ്ങനെ അവർ ജനത്തിന്റെ മുമ്പിൽ വെച്ച് അവനെ വാക്കിൽ പിടിപ്പാൻ കഴിയാതെ അവന്റെ ഉത്തരത്തിൽ ആശ്ചര്യപ്പെട്ട് മിണ്ടാതെയിരുന്നു. അത് 1-2 ദിവസമല്ല ഇവനെ നമ്മുടെ കർത്താവിനെ വാക്കിൽ കൊടുക്കാൻ വേണ്ടി അവർ വന്നതും. പിന്നെയും ലൂക്കോസ് 11:53, അവൻ അവിടം വിട്ടു പോകുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും അവനെ അത്യന്തം വിഷമിപ്പിപ്പാനും അവന്റെ വായിൽ നിന്നും വല്ലതും പിടിക്കാമോ എന്ന് വെച്ച് അവനായി പതിയിരുന്നും കൊണ്ട് പലതിനെയും കുറിച്ച് കുടുക്കുചോദ്യം ചോദിപ്പാനും തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ അവരെത്ര നാളും കണ്ണിൽ എണ്ണയൊഴിച്ച് എവിടെയൊക്കെ യേശു പോകുന്ന ഇവരും പോകുകയാണ്. ഇവർക്ക് യേശു ക്രിസ്തുവിന്റെ സന്ദേശം കേട്ട് മാനസാന്തരപ്പെടണമെന്നുള്ള യാതൊരു ആഗ്രഹവുമില്ല. മറിച്ച് എങ്ങനെയും കുടുക്കണം, എങ്ങനെയും വിഷമിപ്പിക്കണം, എങ്ങനെയും വാക്കിൽ കുടുക്കി പിടിക്കണം, എന്നിട്ട് പരാജയം സമ്മതിപ്പിക്കണം, പരസ്യമായിട്ട് ഉത്തരം മുട്ടിപ്പിക്കണം. എന്നാൽ അവരുടെ പാവരെയും എത്രത്തോളം അതിന് കഴിവുള്ള, അതിന് നോക്കണം, ഈ വിടുന്നതൊക്കെ വെറും ഞാഞ്ഞൂലുകളെയൊന്നും അല്ല ഈ വിടുന്നത്. തർക്കിക്കുവാനും വാദിക്കുവാനും കുടുക്കുവാനും കുഴയ്ക്കുവാനും കഴിവുള്ളവരെയാണ് വിടുന്നത്. ചിലര് കുഴപ്പിക്കുവാൻ അവർക്ക് ഭയങ്കര കഴിവാണുള്ളതും. തർക്കിക്കുവാൻ, ചിലർക്ക് തർക്കിക്കുവാൻ, തർക്കശാസ്ത്രത്തിലാണ് അവർ PhD എടുത്തിരിക്കുന്നത്. അവരെന്ത് പറഞ്ഞാലും തർക്കിക്കും. നമ്മുടെ സഭകളിലും അങ്ങനെയുള്ളവരുണ്ട്. തർക്കശാസ്ത്രത്തില് PhD എടുത്തവര് ഒത്തിരി പേരുണ്ട്. എന്ത് പറഞ്ഞാലും തർക്കിക്കും, എന്ത് പറഞ്ഞാലും ഉടക്ക് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞ് നമ്മൾ മിണ്ടാതിരിക്കുകയല്ല. നമുക്ക് വെളിപ്പെട്ട സത്യം, നമ്മൾ ദൈവവചനത്തിലൂടെ അറിഞ്ഞ സത്യം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയും. അവർ പതിയിരുന്നു കൊണ്ട് പലതിനെയും കുറിച്ച് കുടുക്കു ചോദ്യം ചോദിപ്പാനും തുടങ്ങി. എന്നാൽ അവർക്ക് അവനെ പിടിക്കുവാൻ, അവൻ പറയുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവർ ആശ്ചര്യപ്പെട്ടിട്ട് അവർ സ്തംഭിച്ചു പോകുവാൻ ഇടയായി തീർന്നു എന്ന് നമ്മൾ കാണുന്നു. മർക്കോസ് സുവിശേഷം 1:27, എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെന്തോ ഒരു ഉപദേശം, ഒരു പുതിയ ഉപദേശം. അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞും തമ്മിൽ വാദിച്ചു കൊണ്ടിരുന്നു. അവർ ആശ്ചര്യപ്പെട്ടു. ഇതെന്ത് ഒരു പുതിയ ഉപദേശം, ഇതുവരെ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഉപദേശം, ഇതുവരെയും നമ്മൾ കേട്ടിട്ടില്ലാത്ത, വായിച്ചിട്ടില്ലാത്ത സന്ദേശം. അവൻ അധികാരത്തോടു കൂടെയാണ് സംസാരിക്കുന്നത്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അവരാശ്ചര്യപ്പെട്ടു പോവുകയാണ്, അവർ അത്ഭുതപ്പെട്ടു പോവുകയാണ്. യോഹന്നാൻ 7:15, ജോൺ 7:15,
വിദ്യാഭ്യാസമില്ലാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെ എന്ന് യഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ശാസ്ത്രീയമായ സത്യങ്ങൾ കേട്ടിട്ട് അവർ ഞെട്ടി തെറിച്ച് അത്ഭുതപ്പെട്ടു പോവുകയാണ്. ശാസ്ത്രം പഠിച്ചിട്ടില്ലാത്ത ഇവൻ എങ്ങനെ? നോക്കണം, ഇതൊക്കെ പറയുന്നത് ചെറിയ ആളുകളൊന്നുമല്ല. അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ജ്ഞാനികളെന്ന് പറയുന്ന ശാസ്ത്രത്തെക്കുറിച്ച് അറിവുള്ളവരാണ് ഈ പറയുന്നത്. യേശു ക്രിസ്തുവിനെ കൊടുക്കുവാൻ വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള ആളുകളെ കൊണ്ടുവരാമോ, ഇറക്കുമതി ചെയ്യാമോ, അങ്ങനെയുള്ളവരെ എല്ലാം കൊണ്ടുവന്നു. പക്ഷേ അവർ പറയുകയാണ്, ഈ ജ്ഞാനം എവിടെ നിന്നും? അതേ, ശാസ്ത്രം പഠിച്ചിട്ടില്ലാത്ത ഇവൻ എങ്ങനെയാണ് ഇത്രയും ശാസ്ത്രം പറയുന്നത്? വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം പറയുന്നത് എങ്ങനെയെന്നും യഹൂദന്മാർ പറഞ്ഞിട്ട് ആശ്ചര്യപ്പെട്ടും. പ്രിയപ്പെട്ടവരും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലും മറ്റാരുമില്ല എന്നും ഉള്ള തിരുവെഴുത്തുകളാണ്, തിരുവചനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 8:7 അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവിടെ ഒന്നാമത് കല്ലെറിയട്ടെ എന്നും അവരോട് പറഞ്ഞു. യേശുവിനെ കുടുക്കുവാൻ അവസാനമായ ഒരു വഴി ഇവർക്ക് കിട്ടി. തൊണ്ടി സഹിതം, തെളിവ് സഹിതം വ്യഭിചാരകർമ്മത്തിൽ ഒരു പെണ്ണിനെ പിടിച്ചു, ഒരു സ്ത്രീയെ പിടിച്ചു. കാരണം ആർക്കും നിഷേധിക്കുവാൻ കഴിയത്തില്ല, മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. എന്നാൽ കല്ലെറിഞ്ഞു കൊല്ലുന്നതിന് മുമ്പായിട്ട് ഒരാളിനെയും കൂടെ നമുക്ക് കൊടുക്കണം, നമുക്ക് വീഴിക്കണം. അതിനെ പറ്റി ഏറ്റവും നല്ല അവസരമാണ്. യേശുവിന്റെ മുമ്പിലേക്ക് ഈ സ്ത്രീയെ കൊണ്ടുവന്ന് എറിഞ്ഞിട്ട് പറയുകയാണ്, ഗുരു, ഇവളെ പിടിച്ചിരിക്കുകയാണ്, തൊണ്ടി സഹിതം പിടിച്ചിരിക്കുകയാണ്, തെളിവ് സഹിതമാണ് പിടിച്ചിരിക്കുന്നത്. മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇനി അടുത്തതായിട്ടും നീ എന്തു പറയുന്നു? നീ പറയുന്നത് കൂടെ ഞങ്ങൾക്കൊന്ന് കേൾക്കണം, എന്നിട്ട് വേണം. ഇതിനകത്ത് കുടുങ്ങിപ്പോകും. യേശുവിന് എന്ത് ചെയ്യുവാൻ വേണ്ടി എന്ത് ചെയ്യുവാൻ വേണ്ടി കഴിയും? കൊല്ലരുത്, ഇവളെ വെറുതെ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ന്യായപ്രമാണത്തെ ധിക്കരിക്കുന്നവനായി തീരും, ന്യായപ്രമാണത്തെ അനുസരിക്കാത്തവനായി തീരും. കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന, പാപമോചനം നൽകുന്ന ഇവന് എന്ത് പറഞ്ഞു നിൽക്കുവാൻ വേണ്ടി കഴിയും? കരുണയുടെ പ്രവാചകൻ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എന്ത് പറഞ്ഞു നിൽക്കുവാൻ വേണ്ടി കഴിയും? യേശുവിനെ കൊടുക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം. ഇവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. യേശു കുനിഞ്ഞും ഇരിക്കുകയായിരുന്നു, യേശു തല ഉയർത്തിയും. ഇവർ വിചാരിച്ച് യേശുവിന് തല ഉയർത്താൻ വേണ്ടി പോകുന്നില്ല, ഇവന്റെ തല കുനിഞ്ഞു തന്നെ പോകും. ഇതിനകത്ത് നമ്മൾ വിജയിച്ചിരിക്കുന്നു. ഇവൻ ഉത്തരം മുട്ടും, ഇവൻ ഉത്തരം പറയാൻ വേണ്ടി കഴിയത്തില്ല, കൊല്ലാനും പറയാൻ കഴിയത്തില്ല, കൊല്ലരുതെന്ന് പറയുവാനും കഴിയത്തില്ല. ഇവൻ തല കുനിച്ചിരിക്കുകയാണ്, ഇനി ഒരിക്കലും ഇവന്റെ തല ഉയരുകയില്ല എന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കുമ്പോൾ യേശു തല ഉയർത്തി. പ്രിയപ്പെട്ടവരും, നമ്മുടെ തല കുനിയുവാൻ നമ്മുടെ കർത്താവ് അനുവദിക്കത്തില്ല. വചനം പറയുന്നു, കുനിഞ്ഞിരിക്കുന്നവരെല്ലാം അവൻ നിവർത്തുന്ന ദൈവമാണ്. തല കുനിഞ്ഞ് നമ്മൾ അവസാനിക്കുവാൻ ലോകം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ തല കുനിയുവാൻ നമ്മുടെ കർത്താവ് വിട്ടുകൊടുക്കുകയില്ല. നമ്മുടെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ചില പ്രത്യേക നിമിഷങ്ങളിലൊക്കെ നമ്മുടെ തല കുനിഞ്ഞു പോയെന്ന് വരും, സാരമില്ല. പരാജയമെന്ന് വിചാരിക്കും, സാരമില്ല. ഒരു ദിവസം നമ്മുടെ തല ഉയരുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ കർത്താവ് തല ഉയർത്തി. അവരെല്ലാവരും ഞെട്ടിപ്പോയി. ഇവൻ എന്തായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത്? യേശു വാ തുറന്ന് തിരുവായ് മൊഴിഞ്ഞ് പറയുകയാണ്, എറിയാൻ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം കൂടെ അതിനു മുമ്പായി പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് ഇവളെ എറിയാൻ പറഞ്ഞു. മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി 9-ാം വാക്യം 8:9. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. എല്ലാവരും ഒന്നും രണ്ടും കല്ലൊന്നും അല്ല, സഞ്ചി നിറച്ച് കല്ലുമായിട്ട് വന്നിരിക്കുന്നത്. ഒരു കല്ലുകൊണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സംതൃപ്തിയില്ല.
ഒരു 5-6 ഏറെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ സംതൃപ്തി അണയണം. ഞാനല്ല പറയുന്നത്, വേറെ ഒരു മനുഷ്യനല്ല പറഞ്ഞതും. ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എപ്പോഴേ അവളെ എറിഞ്ഞു കൊന്നിട്ട് അവർ പോകുമായിരുന്നു. എന്നാൽ പറയുന്നവൻ സകല ഹൃദയങ്ങളെയും അറിയുന്ന സൃഷ്ടാവായ ദൈവമാണ് പറയുന്നത്. മനസാക്ഷിയുടെ ആക്ഷേപം എല്ലാവരും കല്ലെല്ലാം അവിടെ ഇട്ടിട്ടും പെതുക്കനെ നീങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ആരാണ്? നമ്മുടെ കർത്താവിനെ കൊടുക്കുവാൻ ലോകത്തിലെ ഒരാൾക്കും കഴിയുകയില്ല. സ്തോത്രം. നമ്മുടെ കർത്താവ് സംസാരിക്കുന്നത് പോലെ ആരും ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. നമ്മുടെ കർത്താവ് പ്രവർത്തിച്ചിട്ടുള്ളത് പോലെ ആരും ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടില്ല. ലൂക്കോസ് സുവിശേഷം 2:30 ജാതികൾക്കും വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞതിൽ അവൻ്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നു. അവൻ്റെ അച്ഛനും അവൻ്റെ അമ്മയും ആശ്ചര്യപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ചെയ്തതുപോലെ ആരും ചെയ്തിട്ടില്ല. ലോകത്തിലുള്ള സകല ഗുരുക്കന്മാരും ശിഷ്യന്മാരെ കൊണ്ട് തൻ്റെ കാല് കഴുകിക്കുമ്പോൾ ചില ഗുരുക്കന്മാർ അങ്ങനല്ല, കാല് കഴുകിക്കുക മാത്രമല്ല, കാല് കഴുകിയിട്ട് ആ വെള്ളം കുടിക്കാൻ പറയും. കാല് കഴുകിയിട്ട് വെള്ളം കുടിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്കും സകല ഭക്തജനങ്ങൾക്കും കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞു. നമുക്കറിയാം, അമൃതാമായി ആ സുധാമണി എന്ന് പറയുന്ന മുക്കുവ സ്ത്രീ, അവര് കാല് കഴുകി ശിഷ്യന്മാർ കുടിക്കുന്നു എന്ന്. അത് മാത്രമല്ല, കാല് കഴുകി വെള്ളം കുപ്പിക്കകത്താക്കി എത്രയോ ആയിരങ്ങൾക്ക് അറിയിക്കുന്നു. കേരളം ഇത്രയും പഠിച്ചിട്ടും വിവരദോഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയും ഇവരുടെ കണ്ണ് തുറന്നിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കേരളം, അത് മറ്റുള്ള UP-യിലും ബീഹാറിലും ഒക്കെ ആണെങ്കിലും വേണ്ടിയില്ല, ഇത്രയും സാക്ഷരതയുള്ള വിദ്യാഭ്യാസമുള്ള ഈ മനുഷ്യരും ഇത്രയും അധപ്പതിച്ചു പോയല്ലോ. 23 വർഷം ഈ സ്ത്രീയുടെ കൂടെ ജീവിച്ച ഒരു ഓസ്ട്രേലിയക്കാരി സ്ത്രീയുണ്ട്. ഒന്നാമത്തെ ശിഷ്യയായിരുന്നു. ആ സ്ത്രീയുടെ പേര് ഞാൻ മറന്നു. അവസാനം അവിടെ നടക്കുന്ന മുഴുവൻ കള്ളത്തരങ്ങളും അവിടെ നടക്കുന്ന വൃത്തികേടുകളും മുഴുവൻ കണ്ടിട്ട് മനസ്സുമെടുത്തിട്ട് പുറത്തു വന്നു. എന്നിട്ട് അവരൊരു പുസ്തകം എഴുതി, ഹോളി ഹെൽ എന്നും, വിശുദ്ധ നരകമാണെന്ന്. വിശുദ്ധ നരകം നോക്കണം. ഇന്നും ഇത് ജനങ്ങളെല്ലാം അറിഞ്ഞിട്ടും പോലീസ് സ്റ്റേഷനിലെ FIR എഴുതുവാൻ അവർ തയ്യാറാകുന്നില്ല. പരാതിയുമായി വന്ന ആ സ്ത്രീയെ ഭീഷണിപ്പെടുത്തുകയാണ്, നിന്നെ പിടിച്ച് കശാപ്പിക്കുമെന്ന് പറയുന്നത്. ആ സ്ത്രീ കേസ് കൊടുക്കാൻ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി വന്ന സ്ത്രീ ജീവനും കൊണ്ട് അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് പോകുവാൻ ഇടയായി തീർന്നു. നോക്കണം, ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ പച്ചിലയും കത്രികയും പോലെ നമ്മുടെ മുമ്പിൽ ക്ലിയർ ആയിട്ട് വന്നിട്ടും ഇപ്പോഴും ഇന്നും അവരുടെ കാല് കഴുകി വെള്ളം കുടിക്കുന്ന എത്രയോ പേരും. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനല്ല. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകിയ ഗുരുവാണ്. എല്ലാ ഗുരുക്കന്മാരും ശിഷ്യന്മാരെ കൊണ്ട് കാല് കഴുകിച്ച് വെള്ളം കുടിപ്പിക്കുമ്പം നമ്മുടെ കർത്താവും ശിഷ്യന്മാരുടെയും, അതും മുക്കുവന്മാരായ ശിഷ്യന്മാരും, മുക്കുവന്മാരുടെയൊക്കെ കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടകരയൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ കാലം നോക്കും. മിക്കവാറും ഉള്ളവർ ചെരുപ്പിടാറില്ല, കുഴിനകമായിരിക്കും. അവരുടെ കാലുകളുടെ പുറകിലൊക്കെ ഈ വെണ്ട് കീറിയിട്ടൊക്കെ ഉണ്ടായിരിക്കും. മുക്കുവന്മാരുടെ കാലുകളൊന്നും അത്ര മനോഹരമായ കാലുകളൊന്നും അല്ല. ആരും ഇഷ്ടപ്പെടുന്ന അട്രാക്റ്റീവായിട്ടുള്ള കാലുകളൊന്നും അല്ല. പക്ഷേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ മുക്കുവന്റെ കാലെടുത്ത് കയ്യിൽ വെച്ചിട്ടും ആ കാല് കഴുകിയിട്ടും ആ കാല് തുവർത്തി, എന്നിട്ട് ആ മുക്കുവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ഗുരുവിനെയാണ് നമ്മൾ കാണുന്നതും. ആരും കുഷ്ഠരോഗിയുടെ വീട്ടിൽ ചാപ്പാട് കഴിക്കാൻ വേണ്ടി പോകത്തില്ല. പക്ഷെ നമ്മുടെ കർത്താവായ യേശു കുഷ്ഠരോഗിയുടെ വീട്ടിൽ ചാപ്പാട് കഴിക്കുവാൻ വേണ്ടി പോയി. അത് മാത്രമല്ല, ലോകത്തിലുള്ളവരെല്ലാവരും കുഷ്ഠരോഗികളെ കണ്ടു കഴിഞ്ഞ ജീവനും കൊണ്ടോടും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു വാക്ക് പറഞ്ഞാൽ സൗഖ്യമാക്കാത്തവരായിട്ട് ആരുമില്ല. കുഷ്ഠരോഗിയെ കണ്ടിട്ട് ദൂരത്ത് നിന്ന് നീ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മുടെ കർത്താവായ യേശു കുഷ്ഠരോഗിയെ കണ്ടിട്ട് എന്ത് ചെയ്തു? അവന്റെ അടുക്കലേക്ക് നടക്കുകയാണ്. കുഷ്ഠരോഗി പുറന്നോട്ട് പോവുകയാണ്. ഇനി കുഷ്ഠരോഗിക്ക് പുറന്നോട്ട് പോകാനായിട്ട് ഒരു സ്ഥലമില്ല. യേശു ചെന്നിട്ട് ആ കുഷ്ഠം നിറഞ്ഞ, ആ പഴുപ്പ് നിറഞ്ഞ, മുറിവുകളുള്ള, മൂക്ക്
മുറിഞ്ഞു പോയം, ചെവി മുറിഞ്ഞു പോയം, ചുണ്ടുകൾ മുറിഞ്ഞു പോയം, ബട്ടക്സ് മുറിഞ്ഞു പോയം, കൈവിരലുകളും കാൽവിരലുകളും മുറിഞ്ഞു പോയം ആ കുഷ്ഠരോഗിയുടെ ദേഹത്ത് കൈവച്ചും ആരോ ഒരാൾ ഒരു ഫലിതം എഴുതി. ഇന്നത്തെ പാസ്റ്റർമാരായിരുന്നെങ്കിൽ കുഷ്ഠരോഗിയുടെ മേൽ കൈവയ്ക്കുമോ? സൗഖ്യമായതിനു ശേഷം വേണമെങ്കിൽ ഒരു വേണമെങ്കിൽ അത്യാവശ്യമെങ്കിൽ വേണമെങ്കിൽ ഒരു കൈ കൊടുത്തേനെ. പക്ഷേ ഇത് കർത്താവായ യേശു ക്രിസ്തു കുഷ്ഠരോഗിയായിരിക്കുമ്പോൾ, ഞങ്ങൾ നേപ്പാളിലായിരിക്കുമ്പോൾ കുഷ്ഠരോഗികളുടെ കോളനിയിൽ പോകുവാൻ ഇടയായി തീർന്നു. അവിടുത്തെ പാസ്റ്ററും എനിക്ക് തോന്നുന്നു മക്കളും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആ കുഷ്ഠരോഗികളും അവരുടെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമായിട്ട് അവർ ചായ ഉണ്ടാക്കി. പക്ഷെ ഈ പാസ്റ്ററും ആരും കുടിക്കുന്നില്ല. അപ്പം ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ 3 മക്കളും ഞങ്ങളും നന്നായിട്ട് എൻജോയ് ചെയ്ത് ചായ കുടിക്കുകയാണ്. പക്ഷെ ഇവരാരും ചായ കുടിക്കുന്നില്ല. പിന്നീടാണ് മനസ്സിലായതും ഇവത്തുങ്ങൾ കുഷ്ഠരോഗികളായിരുന്നത് കൊണ്ടാണ്. അവർ സൗഖ്യമായി, അവർക്ക് വിരലൊന്നുമില്ല, പക്ഷേ അവർ സൗഖ്യമായി. പക്ഷേ ഇപ്പോഴും അവർ കുഷ്ഠരോഗികളാണെന്നുള്ള നിലവാരത്തിലും അവരുണ്ടാക്കിയ ആ ചായ അവരുടെ പാസ്റ്റർ പോലും കുടിക്കുന്നില്ല. നോക്കണം എന്ത് ഗതികേടാന്ന് നോക്കണം. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്തു? ഭയങ്കര എൻജോയ് ചെയ്ത് അവരുടെ കൂടെ ഇരുന്ന് സ്തോത്രം ഞങ്ങൾ ചായ കുടിക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുഷ്ഠരോഗിയെ തൊട്ടിട്ട് എന്ത് ചെയ്തു? സൗഖ്യമാക്കുവാൻ ഇടയായി തീർന്നു. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്തിലുള്ള ഗുരുക്കന്മാരും ആ ദൈവങ്ങളെല്ലാം VIP-കളുടെ അടുക്കലാണ് പോകുന്നതും ഉന്നതന്മാരുടെ അടുക്കലാണ് പോകാൻ ആഗ്രഹിക്കുന്നതും ഉന്നതന്മാർക്കാണ് ദർശനങ്ങളും കൊടുക്കുന്നതും. പാവപ്പെട്ടവൻ അവിടെ ചെന്ന് ഗ്രൗണ്ടിൽ കിടക്കും. ആഴ്ചയിൽ ഒരു ദിവസമാണ് ദർശനം കൊടുക്കുന്നതും. ആ മുടി കണ്ടാലായി, പുറകുവശം കണ്ടാലായി ഇയാളിങ്ങനെ ജീപ്പിനകത്ത് പോകും. എന്നാൽ സമ്പന്നനായ അംബാനി വന്നു കഴിഞ്ഞാൽ, അദാനി വന്നു കഴിഞ്ഞാൽ, മോദി വന്നു കഴിഞ്ഞാൽ, സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ദർശനമാണ് കൊടുക്കുന്നതും. നമ്മുടെ കർത്താവ് അങ്ങനെയൊന്നും അല്ല. ചുങ്കക്കാരുടെ കൂടെയാണ് ഇരുന്ന് ചാപ്പാട് കഴിക്കുന്നതും. ചുങ്കക്കാരുടെ കൂടെ, പാപികളുടെ കൂടെ, വേശ്യയുടെ വീട്ടിലെ ഇരുന്ന് എന്ത് ചെയ്യുകയാണ്? ഈ അവരുണ്ടാക്കി കൊടുക്കുന്ന ചാപ്പാടും ചപ്പാത്തിയും ഡാലും എല്ലാം ഇങ്ങനെ താഴെ കുത്തിയിരുന്ന് എന്ത് ചെയ്യുകയാണ്? കഴിക്കുകയാണ്. നമ്മുടെ ഗുരുവിനെ പോലെ, നമ്മുടെ കർത്താവിനെ പോലെ ആരും ഇന്ന് വരെ ജനിച്ചിട്ടുമില്ല, ഇനിയോട്ട് ജനിക്കാൻ പോകുന്നുമില്ല. നമ്മൾ ഇന്ന് കേട്ട വചനം നമുക്കറിയാം. നമ്മുടെ കർത്താവിന്റെ വചനത്തിന് മാത്രമേ ലോകത്തിൽ ഒരുത്തനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. ലോകത്തിലുള്ള ഈ എത്ര മതഗ്രന്ഥങ്ങളുണ്ട് അതെല്ലാം കുത്തിയിരുന്ന ജീവിതകാലം മുഴുവൻ ഇരുന്ന് വായിച്ചാലും ഒരുത്തന്റെയും ജീവിതത്തിൽ ഒരു മാറ്റവും ഒരിക്കലും സംഭവിക്കത്തില്ല. ഇസ്ലാമിന്റെ പുസ്തകം ഒരുത്തൻ ഒരു ആയുസ് മുഴുവൻ ഇരുന്ന് പഠിച്ചാലും ഒരു പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ അവനൊരു ഭീകരനായി തീരുന്നതല്ലാതെ ഒരു നല്ല മനുഷ്യനായി തീരുവാൻ ഉള്ള ഒരു സന്ദേശങ്ങളും അതിനകത്തില്ല. സ്നേഹമെന്നൊരു വാക്ക് അതിനകത്തില്ല. സമാധാനം എന്നൊരു വാക്ക് അതിനകത്തില്ല. എന്നാൽ ക്രിസ്തുവിന്റെ വചനം, ക്രിസ്തുവിന്റെ സന്ദേശം ഇന്നും ആയിരങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളൊരു ടീമായിട്ടും 7 ജയിലുകളിൽ സുവിശേഷം അറിയിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. നോക്കണം, സാധാരണ ചെറിയ പാപം ചെയ്തവരെല്ലാം എന്ത് ചെയ്യും? തുറന്നു വിടും പ്രസംഗം കേൾക്കാൻ വേണ്ടി. എന്നാൽ കൊടും കുറ്റവാളികളുണ്ട്, കൊടും ക്രിമിനലുകൾ. അവരെ ഒരിക്കലും സെല്ലിനകത്തുനിന്ന് പുറത്തോട്ട് വിടത്തില്ല. അവർ ജയിലഴികൾക്കകത്താണ് ഇരിക്കുന്നത്. ഞങ്ങളെ ദൈവത്തിന്റെ വചനം ആത്മാവിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ജയിലഴികൾക്കകത്ത് കിടക്കുന്ന കൊടും ക്രിമിനലുകൾ വിങ്ങി വിങ്ങി കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നേ. 1 2 അല്ല, 100 കണക്കിനും ജയിൽ പുള്ളികൾ, കൊലപ്പുള്ളികൾ, കൊലപാതകികളും ക്രൂരന്മാരായ ജയിൽ പുള്ളികളെ ഈ ദൈവത്തിന്റെ വചനം ഇന്ന് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവർക്ക് പറയാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ: കോടതി നിയമങ്ങൾക്ക് ജീവപര്യന്തത്തിന് അവരെ നന്നാക്കുവാൻ കഴിയത്തില്ല. പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിനും അവരെ രൂപാന്തരപ്പെടുത്തുവാൻ, സമൂഹത്തിന്റെ ഒറ്റപ്പെടുത്തലുകൾക്ക് അവരെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അവർ ജയിൽ ശിക്ഷ കഴിഞ്ഞ് മടങ്ങി പോകുന്നത് വീണ്ടും അവർ കുറ്റവാളികളായിട്ടാണ്. പഴയ പണി തന്നെ ചെയ്യാൻ വേണ്ടിയാണ്. ഒരുത്തനും ജയിലിൽ നിന്ന് മാനസാന്തരപ്പെട്ടു പോയതായിട്ട് ഒരു ചരിത്രവും ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ക്രിസ്തുവിന്റെ വചനം എത്രയോ ആയിരങ്ങളെയാണ് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? അതെ, നമ്മൾ മടങ്ങി വരികയാണ്. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല, സംസാരിക്കുകയുമില്ല. ഈ നല്ല കർത്താവിനെ ഘോഷിക്കുവാൻ, ഈ നല്ല കർത്താവിന് ശിഷ്യരായിരിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് തന്ന ഈ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.